കഴിഞ്ഞ എപ്പിസോഡിന്റെ അവസാനം ലിയ വില്ലൻ ജഡ്ജ് അവിടുത്തെ ഷാഡോ ഗവൺമെന്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോവുകയും അവിടെയുള്ളവരെയും പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അവര് പല ഫണ്ടുകളും അനുവദിച്ച തുകകള് ഇവിടെ കൊണ്ടുവന്ന് എല്ലാവർക്കുമായി വീതിച്ചു കൊടുക്കുന്ന കാഴ്ച ലിയും കാണുന്നുണ്ടായിരുന്നു. അവൻ ഇതൊക്കെ കണ്ടിട്ട് ഒട്ടും തന്നെ താങ്ങാനായിട്ട് കഴിയുന്നില്ല. പുതിയ ജന്മത്തിലേക്ക് വന്നപ്പോ പുതിയൊരു മനുഷ്യനായി നല്ലത് ചെയ്യണമെന്നാണ് ഇവനും ആഗ്രഹിച്ചത്. പക്ഷേ ഇവരുടെ കൂടെ കൂടി ഒരുപാട് തെറ്റുകൾ ചെയ്യുകയാണല്ലോ എന്നിവനും ചിന്തിക്കുന്നുണ്ട്. കിട്ടിയ പണം മുഴുവൻ ഇവരെണ്ണി തിട്ടപ്പെടുത്തുന്നുണ്ട്. ഇവരവിടെ ഇരിക്കുമ്പോ അവിടേക്ക് പുതിയൊരു ലേഡി വരുന്നുണ്ട്. ഇപ്പോഴത്തെ അവിടുത്തെ മിനിസ്റ്ററായ ഒരു സ്ത്രീയാണ്, ഗതാഗത മന്ത്രി. ഇന്നു മുതൽ ഇവരും നമ്മുടെ കൂടെ കൂടുകയാണെന്ന് മുമ്പത്തെ പ്രസിഡന്റും എല്ലാവരോടുമായി പരിചയപ്പെടുത്തുന്നുണ്ട്. അവളൊരു പ്രോജക്ടിന്റെ ഡീറ്റെയിൽസ് ഇവരുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഗവൺമെന്റ് നടപ്പാക്കേണ്ട ഒന്നാണ്, പക്ഷെ അത് ലീക്കാക്കി ഇവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. മുമ്പത്തെ പ്രസിഡന്റ് നമുക്കൊരു ഗിഫ്റ്റുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പാലങ്ങള് പണിയാം, റോഡുകളും പണിയാം, ആരും നമ്മളെ തടയില്ല. നീയും മനസ്സിൽ കരുതുന്നുണ്ട് ഈ രാജ്യം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ വില്ലൻ ജഡ്ജിനെയും മുൻപത്തെ പ്രസിഡന്റിനെയും എന്തായാലും തകർത്തേ മതിയാകൂ. മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വില്ലൻ ജഡ്ജും ലീയെ മുമ്പത്തെ പ്രസിഡന്റിന് പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. അതിന് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമോ എന്ന് പ്രസിഡന്റും വില്ലൻ ജഡ്ജിനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരു കാര്യം ഈ ഒരു മുമ്പത്തെ പ്രസിഡന്റും ഓർക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് ആയി തിരഞ്ഞെടുക്കാനിരുന്ന ആള് ഇയാളെ വന്ന് കാണുന്നുണ്ട്. ചീഫ് ജസ്റ്റിസ് ആയിട്ട് മാറാനായിട്ട് നിനക്കൊരു അവസരമായിരുന്നു. നിന്റെ മകനെ നീ ശരിയായിട്ട് വളർത്തിയില്ല, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനയാളും ക്ഷമ ചോദിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. 15 വർഷങ്ങൾക്ക് മുന്നേ എസ് കൺസ്ട്രക്ഷൻസുമായിട്ട് ചേർന്നിട്ട് ഞാനൊരു വിധി പ്രഖ്യാപിച്ചിരുന്നു. അതിലെ ഒരു വിക്ടിമിനെ ഞാൻ കുറ്റക്കാരനാക്കി. അയാളുടെ മകനിപ്പോ ഒരു ജഡ്ജാണ്. അവൻ കാരണമാണ് എന്റെ മകൻ നടന്നതെല്ലാം മീഡിയയോട് പറഞ്ഞതും എനിക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നതും. അതാരാണെന്ന് അയാൾ ചോദിക്കുമ്പോ അത് ലീ ആണ്. ആ വില്ലൻ ജഡ്ജിന്റെ കൂടെയാണ് അയാൾ നടക്കുന്നത് എന്ന കാര്യം ഇയാളോട് പറഞ്ഞിരുന്നു. ലീയും എന്നോട് ഇദ്ദേഹം പറഞ്ഞിരുന്നു ഈ ഒരു സ്ഥലത്താണ് ശരിക്കും ഈ രാജ്യം തന്നെ മുന്നോട്ട് പോകാനുള്ള കാര്യങ്ങൾ നടക്കുന്നതെന്ന്. ഈ രാജ്യത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അയാളെയും പരിചയപ്പെടുന്നുണ്ട്. പക്ഷെ മുമ്പത്തെ പ്രസിഡന്റ് ഓർക്കുന്നത് ആ ചീഫ് ജസ്റ്റിസ് ആകാൻ പോകുന്ന ആളുടെ വാക്കുകളാണ്. ആ വില്ലൻ ജഡ്ജ് എന്തായാലും അവനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായിരിക്കും. ഒരിക്കലും അവനെ വിശ്വസിക്കരുത്. അവര് പോയതിനു ശേഷം അയാളും അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. പുതിയതായിട്ട് വന്ന ഒരു ജഡ്ജ് ഇത്രയും പവർഫുൾ ആയ ഒരാളെ റിസൈൻ ചെയ്യിച്ചു എന്നൊക്കെ പറഞ്ഞാ എനിക്ക് വിശ്വസിക്കാനാകുന്നില്ല. വില്ലൻ ജഡ്ജും കൊറിയയുടെ അധികാര കേന്ദ്രമാണ് നീ ഇന്ന് കണ്ടത്. എന്ത് തോന്നി? എന്നെ ഇതിനാ അവിടേക്ക് കൊണ്ടുപോയത്? എന്നെ അത്രയ്ക്കും വിശ്വാസം ആയതുകൊണ്ടാണോ? അതുകൊണ്ടൊന്നുമല്ല, നീ എന്നെ വിശ്വസിക്കണം. ശരിയായ ഈ രാജ്യത്തിന്റെ പ്രവർത്തനങ്ങൾ എന്താണെന്ന് നീ അറിയണ്ടേ? അപ്പോഴാണ് വില്ലൻ ജഡ്ജും അയാളുടെ പ്ലാൻ പറയുന്നത്. മുൻപത്തെ ആ ഒരു പ്രസിഡന്റിനെ നീക്കം ചെയ്ത് ആ ഒരു സ്ഥാനത്തേക്ക് ഇയാൾക്ക് വരണം. ആ ഷാഡോ ഗവൺമെന്റ് എന്ന് പറയുന്നത് വേറെ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് അതിനെയൊക്കെ നേരെയാക്കണം. എന്നിട്ട് എനിക്ക് അധികാരത്തിൽ വരണം. എനിക്ക് എല്ലാത്തിനെയും നിയന്ത്രിക്കണം. ഇപ്പോഴാണ് വില്ലൻ ജഡ്ജിന്റെ പ്ലാൻ എന്താണെന്ന് ലിയം മനസ്സിലാക്കുന്നത്. അപ്പോഴാണ് ആ ഒരു റെസ്റ്റോറന്റിലെ സ്ത്രീ ലിയോട് വന്ന് സംസാരിക്കുന്നത്. നീ ഇതിനു മുന്നേ ഒരു പെൺകുട്ടി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ? അതാരാണ്? ഇവൻ സിഹിയായിരുന്നു ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. വില്ലൻ ജഡ്ജും അപ്പൊ നീ കല്യാണം കഴിക്കാനൊക്കെ തീരുമാനിച്ചോ? പെട്ടെന്നൊന്നും എന്തായാലും ഇല്ല. അങ്ങനെയൊന്നും പറയല്ലേ, നിങ്ങൾ തമ്മിൽ നല്ല ജോഡിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ലിയെയും കളിയാക്കുന്നുണ്ട്. ശേഷം ലിയും ജീനയെ വിളിച്ചിട്ട് ആ ടെസിക്കിനെ അറസ്റ്റ് ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. ഇവരുടെ കയ്യിൽ ചെറിയൊരു തെളിവ് കിട്ടിയിട്ടുണ്ട്. അതിനവളും ടെസിക്കിനെ എന്തായാലും എനിക്ക് അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. എന്റെ സുപ്പീരിയർ ഓഫീസേഴ്സ് എന്തായാലും എന്നെ തടയും. നീ ഒരു എമർജൻസി അറസ്റ്റ് ചെയ്തു നോക്ക്. നീ അതിൽ എക്സ്പേർട്ട് ആണല്ലോ. ആ ടെസിക്കിനെ തകർത്ത ആ വില്ലൻ ജഡ്ജും അതുമായിട്ട് ബന്ധമുണ്ട്. അയാളെ തകർക്കാനായിട്ട് സാധിക്കും. ഒരു ബാങ്കിൽ നിന്നുള്ള ആളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അയാളുടെ ബാങ്കിൽ ഇല്ലീഗലായി കുറച്ച് പണം വന്നിട്ടുണ്ടായിരുന്നു. അത് ടെസിക്കിന്റെ പണമാണെന്ന് ഇവൾക്കറിയാം. ആ സമയം ലീക്ക് ഒരു കോള് വരുന്നുണ്ട്. വിളിക്കുന്നത് സോങ്ഡയാണ്. നിന്നെ ഞാൻ മനസ്സിലാക്കില്ലെന്ന് വിചാരിച്ചോ? നീയല്ലേ എന്റെ പണം തട്ടിയെടുത്തത്? നിന്നെ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ. ആ സമയം ഇയാളുടെ മുന്നിൽ പാർക്ക് ഉണ്ടായിരുന്നു. നിനക്ക് ഓർമ്മയുണ്ടോ? ഞാനിന്ന് 3 ബില്യൺ വോൺ ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് നീ ലിയോട് സംസാരിക്കുകയായിരുന്നല്ലേ? നിങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു എന്നുള്ള കോൾ ഹിസ്റ്ററി എനിക്ക് കിട്ടിയിട്ടുണ്ട്. നീയും കരുതിയിരുന്നോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്നിട്ട് അയാളെ സെക്രട്ടറിയെ വിളിച്ച് നന്ദിയൊക്കെ പറയുന്നുണ്ട്. ശേഷം ലീയും പാർക്കും മീറ്റ് ചെയ്തിട്ട് പാർക്കും പറയുന്നുണ്ട് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നതിന്റെ കോൾ ഹിസ്റ്ററി ആ സോങ്ഡയുടെ കയ്യിലുണ്ട്. ആ വില്ലൻ ജഡ്ജ് എന്തായാലും നമ്മുടെ പിന്നാലെ വരില്ലേ? നമ്മള് എന്തായാലും ചെയ്യുക? അതിനെക്കുറിച്ചൊന്നും ഓർത്ത് നീ വിഷമിക്കണ്ട. അയാളൊരു അത്യാഗ്രഹം പിടിച്ച മനുഷ്യനാണ്. എന്തായാലും മറ്റൊരു ട്രാപ്പില് അയാൾ എന്തായാലും വീഴും. അങ്ങനെ അവനും സിഹിയുടെ അടുത്ത് വരുന്നുണ്ട്. അന്നത്തെ ചെറിയ പാർട്ടിയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ആ പാർട്ടിയിൽ നീ വന്നിരുന്നോ? ഇല്ല, ഞാനവിടെ എത്തിയിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോയി. നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് എന്നെ പരിചയപ്പെടുത്താൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞ് വഴക്ക് കൂടാനായിട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഇവരൊരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടേക്ക് സോങ് ഡേയും വന്നിട്ടുണ്ട്. നീ എന്താടാ വിചാരിച്ചേ? എന്നെ പറ്റിക്കാമെന്നോ? വെറുതെ അല്ല, ഈ ഇൻവെസ്റ്റ്മെന്റ് സ്കാമില് ഇവള് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നോ? നമ്മളുടെ ആ ഒരു ഇവന്റിന് വന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നിങ്ങളെല്ലാരും ഒരു ടീമാണല്ലേ? അല്ല, നിങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കാൻ പോവാണെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഈ ഓഫീസൊക്കെ എങ്ങനെയാ നിങ്ങള് പോലീസ് വരുന്നതിന് മുന്നേ മാറ്റിയത്? ആ സമയം പാർക്കും അവിടേക്ക് വരുന്നുണ്ട്. അവനും 2 പെട്ടി നിറയെ പണവും അയക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഇത് 500 മില്യൺ വോണാണ്. എനിക്ക് എന്റെ 3 ബില്യൺ വോൺ ഇപ്പൊ തന്നെ കിട്ടണം. ഇല്ലെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞാൻ തകർക്കുന്നതായിരിക്കും. ഇപ്പൊ നിങ്ങൾ 500 മില്യൺ സമ്പാദിച്ചില്ലേ? വിദേശത്ത് പഠിക്കുന്ന നിങ്ങളുടെ മകളുടെ ചെലവിന് ഇത് ഉപകരിക്കില്ലേ? എനിക്കൊന്നും അറിയണ്ട. വീണ്ടും എന്നെ പറ്റിക്കാനായിട്ട് നോക്കുകയാണോ? ഞങ്ങൾ പറഞ്ഞതല്ലേ നിങ്ങളുടെ കയ്യിൽ പണമില്ലെന്ന്. ഞാനിപ്പോ ആ വില്ലൻ
ജഡ്ജിനെ വിളിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ കയ്യിലെടുക്കുമ്പോ ഞാൻ നിങ്ങൾക്കെല്ലാം തരാം എന്ന് ലീയും പറയുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ട് നമ്പർ ഇതാണല്ലേ എന്ന് പറഞ്ഞൊരു നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോ അത് ഇയാളുടെ മകളുടെ അക്കൗണ്ട് നമ്പർ ആയിരുന്നു. എന്റെ മകളുടെ അക്കൗണ്ട് നമ്പർ നിനക്ക് എങ്ങനെ അറിയാം എന്ന് പറഞ്ഞ് ലീയെ കഴുത്തിന് കുത്തിപ്പിടിക്കുമ്പോ സീഹി അതിനെ തടയുന്നുണ്ട്. ഞാൻ 3 ബില്യൺ വോൺ അവൾക്ക് അയച്ചു കൊടുത്താ എന്ത് സംഭവിക്കും? വില്ലൻ ജഡ്ജ് ഇതിനെന്തായിരിക്കും പറയുന്നുണ്ടാവുക? അതുകൊണ്ട് നിങ്ങളൊന്ന് സമാധാനിക്ക്. ആ സമയം ബേക്ക് അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അയാളെ കാണുമ്പോ സോങ് ടൈം ഒന്ന് അതിശയിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. ഇവിടെ നിന്നും മിണ്ടാതെ പോകാനായിട്ട് നോക്ക്. നിങ്ങള് കള്ളപ്പണം ഉണ്ടാക്കുകയാണെന്നുള്ളതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട്. അത് ലോകം മുഴുവൻ അറിയുന്നതായിരിക്കും. ലീ പറഞ്ഞിട്ടാണ് ബേക്ക് ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇയാള് അഴിമതി കാണിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ റെക്കോർഡ്സും അതിനകത്തുണ്ടായിരുന്നു. എന്നിട്ട് സെക്രട്ടറി വിളിച്ച് ഞാൻ എല്ലാം നോക്കിയതാണ്, പക്ഷേ നിങ്ങൾക്ക് തെറ്റ് പറ്റിയതാണ്. ലീക്കും പാർക്കിനുമായിട്ട് അങ്ങനെ കണക്ഷൻ ഒന്നുമില്ല എന്ന കാര്യം വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെയാകുമ്പോ വില്ലൻ ജഡ്ജ് ഒരിക്കലും ഇത് മനസ്സിലാക്കില്ലല്ലോ. അയാൾ ഇരുന്ന് കരയുന്നുണ്ട്. ഇവരും അവിടെ നിന്ന് പോകുന്നു. ശേഷം സിഹിയും ഇനി എനിക്ക് തിരിച്ചു സഹായം വേണം. നീ പറയുന്നത് പോലെ ഞാൻ കേട്ടല്ലോ. അവനും അവളെ വിളിച്ചുകൊണ്ട് അവന്റെ വീട്ടിലേക്ക് ഡിന്നർ കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. വീട്ടുകാരും അവൾക്ക് ഒരുപാട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അവര് പോയതിനു ശേഷം ഇവരും സംസാരിക്കുന്നുണ്ട്. അവള് കൊള്ളാല്ലേ, അവര് നല്ല ജോഡിയാണ്. ഇതിനു മുന്നേ ഒരു പെൺകുട്ടികളെയും ഈ വീട്ടിലേക്ക് അവൻ കൊണ്ടുവന്നിട്ടില്ല. അവര് തമ്മിൽ എന്തോ ഉണ്ട് എന്നിവരും പരസ്പരം സംസാരിക്കുന്നുണ്ട്. സിഹിയും ലിയോട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളത്ര മോശപ്പെട്ട മനുഷ്യനൊന്നുമല്ല, പക്ഷെ എന്നോട് നിങ്ങൾ എങ്ങനെയാണ്? എന്നെ കുറിച്ച് ഓർക്കുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അവനും പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഇവനെ ഒരു കേസിൽ കുടുക്കിയ സമയം ഇവനെതിരെ കള്ളസാക്ഷി കോടതിയിൽ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവളോട് ഒന്നും തന്നെ അവൻ പറയില്ല. നിങ്ങൾ എന്നോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്തിനാ ഇതൊക്കെ ചിന്തിക്കുന്നത് എന്ന് പറഞ്ഞ് അവളും പോകുന്നുണ്ട്. ഈ എസ് കൺസ്ട്രക്ഷന്റെ മറ്റൊരു ബ്രാഞ്ച് ആയ എസ് ഷോപ്പിംഗിലെ ഒരു ഓഫീസർ ഇവര് ബാങ്കിൽ നിന്നും ലോണ് എടുത്തതായി കുറച്ച് റെക്കോർഡ്സ് ജീനയ്ക്ക് അയച്ചു കൊടുക്കുന്നുണ്ട്. അത് ഏത് ബാങ്ക് ആണെന്ന് ഇവരും കണ്ടുപിടിക്കുന്നുണ്ട്. അതിനകത്ത് എന്തോ അഴിമതി നടന്നിട്ടുണ്ടെന്ന് ഇവർക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് ജീനയോടും പറയുന്നുണ്ട്. ആ ഒരു ബാങ്കില് കള്ളപ്പണം സൂക്ഷിച്ചിരിക്കുന്നത് ടെസിക്ക് മാത്രമല്ല അവന്റെ അച്ഛനും കൂടിയാണ്. അതുകൊണ്ട് ടെസിക്കിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട അയാളെ അറസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ല, ടെസിക്കിന്റെ അച്ഛന് ഇവിടെ കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് നിനക്ക് എങ്ങനെ അറിയാം? അത് എനിക്കൊരു തോന്നലുണ്ടായി. വെറും തോന്നലിന്റെ പുറത്താണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ശരിക്കും പറഞ്ഞ ലീക്ക് അറിയാം ഈ ഒരു ബാങ്കില് ടെസിക്ക് കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു അയാളുടെ അച്ഛനും. പക്ഷെ കേസ് വന്ന സമയം ടെസിക്കിന്റെ അച്ഛൻ അവന്റെ തലയിൽ എല്ലാ കുറ്റങ്ങളും ചുമത്തി രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നു. ടെസിക്കിന്റെ പേര് മാത്രമായിരുന്നു അന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അയാളുടെ അച്ഛന്റെ കാര്യം പോലീസിനോ മറ്റോ അന്വേഷിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവര് രണ്ടുപേരെയും പിടികൂടാനാണ് ലീയുടെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ടെസിക്കിനെ ജീനയും അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അവളും അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. അവനാണെങ്കിൽ മുൻപത്തെ പോലെ കോൺഫിഡന്റ് ആയിട്ടിരിക്കുകയാണ്. എന്തായിരുന്നാലും രക്ഷപ്പെടുമെന്നാണ് അവന്റെയും കോൺഫിഡൻസ്. നിങ്ങൾ ഒരു ബാങ്കില് കള്ളപ്പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഇങ്ങനെ പറയുമ്പോ അവന്റെ മുഖവും ഒന്ന് വാടുന്നുണ്ട്. നിങ്ങൾക്കിപ്പോ പേടിയായി തുടങ്ങിയിട്ടുണ്ടായിരിക്കും അല്ലേ? ആ സമയം ലീയും മീഡിയക്കാരി വിളിച്ചിട്ട് ഈ ടെസിക്കിന്റെ കാര്യം പറയുന്നുണ്ട്. അവളും ഒരു റിപ്പോർട്ട് തയ്യാറാക്കുന്നുണ്ട്. അങ്ങനെ അതൊരു വലിയ വാർത്ത തന്നെ ആകുന്നുണ്ട്. ഇത്തവണ ടെസിക്കും അവന്റെ അച്ഛനും രക്ഷപ്പെടാനായിട്ട് പാടില്ല. വില്ലൻ ജഡ്ജും അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ടെസിക്കിന്റെ അച്ഛനും അതൊരു വലിയ ഷോക്കായിരുന്നു. കാരണം അതേ ബാങ്കിലാണ് ഇയാളും കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വില്ലൻ ജഡ്ജിന്റെ അടുത്ത് അയാളും വരുന്നുണ്ട്. ഇത്തവണ എങ്ങനെയെങ്കിലും എന്നെ രക്ഷിച്ചേ മതിയാകൂ എന്ന് വില്ലൻ ജഡ്ജിനോട് പറയുമ്പോ അയാൾ വെക്കുന്ന ഡിമാൻഡ് മകന്റെ ആ ഒരു കള്ളപ്പണം സംരക്ഷിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കേണ്ട. 50 മില്യൺ വോണിനെ കുറിച്ച് ആലോചിച്ചാ നിങ്ങൾ 500 മില്യൺ വോണാണ് ആ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അത് മുഴുവനായും നഷ്ടപ്പെടും. നിങ്ങൾ എന്തായി പറയുന്നത്? എന്ത് പറ്റി? എനിക്കതൊന്നും അറിയില്ലെന്നാണോ കരുതിയിരിക്കുന്നത്? ടെസിക്കിന്റെ കള്ളപ്പണത്തെ കുറിച്ച് അന്വേഷണം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും കുടുങ്ങുന്നതായിരിക്കും. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത്? പ്രസിഡന്റ് എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് വലിയൊരു പ്രശ്നമായിരിക്കും. പ്രസിഡന്റ് അറിയാതെ ഞാൻ നോക്കിക്കൊള്ളാം. ടെസിക്ക് അവന്റെ കുറ്റങ്ങള് ഏറ്റു പറയണം. അതെങ്ങനെയാ ശരിയാകുന്നത്? എസ് ഗ്രൂപ്പിന്റെ അനന്തരാവകാശി ജയിലിൽ പോയാ അത് ഞങ്ങളുടെ റെപ്യൂട്ടേഷനെ സാരമായിട്ട് ബാധിക്കും. അവൻ എല്ലാവരോടും ക്ഷമ ചോദിക്കണം. അവൻ സൂക്ഷിച്ച കള്ളപ്പണം ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് അവൻ കൊടുക്കണം. നമുക്ക് അവന്റെ ശിക്ഷ റദ്ദു ചെയ്യാം. അവന് ഒരു കുഴപ്പവും വരില്ല. നിങ്ങളുടെ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. മറന്നാലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് 100 ബില്യൺ വോൺ കിട്ടണം. 100 ബില്യണോ? 100 ബില്യൺ ഒഴിവാക്കുന്നതല്ല, നിങ്ങൾക്ക് ബാക്കിയുള്ള 400 ബില്യൺ സേവ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ നിങ്ങളെയും എസ് ഗ്രൂപ്പിനെയും സംരക്ഷിക്കാൻ. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണോ? ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങളുടെ മകന്റെ കേസ് ഏറ്റെടുക്കാൻ പോകുന്നത് ലീ ആയിരിക്കും. ഞാൻ പറയുന്നത് അവൻ അനുസരിക്കൂ. എന്റെ സ്ഥാനത്തേക്ക് നിങ്ങൾ വരുന്ന ഒരു സമയം വരും. അങ്ങനെ സംഭവിച്ച ഈ ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കും. അങ്ങനെ ടെസിക്കിന്റെ അച്ഛനും അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യുന്നുണ്ട്. എന്തായാലും നീ കള്ളപ്പണം സൂക്ഷിച്ചിരുന്ന കാര്യം പബ്ലിക്കിനോട് പറയണം. അവരോട് മാപ്പ് ചോദിക്കണം. എന്നാലേ നമുക്കിതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് സാധിക്കൂ. പക്ഷെ ആൾ അതിന് സമ്മതിക്കില്ല. എന്തൊക്കെയായി പറയുന്നത്? അച്ഛനും കൈവിട്ടു എന്ന് ഇയാൾക്ക് മനസ്സിലാകുന്നുണ്ട്. ഞാൻ ജയിലിലേക്ക് പോകണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. അവളാണ് എല്ലാത്തിനും കാരണം എന്ന് ജീനയെ പറ്റി അവനും കുറ്റം പറയുന്നുണ്ട്. ഞാൻ അവളെ തകർക്കുന്നതായിരിക്കും. അങ്ങനെ അന്ന് രാത്രി തന്നെ അയാൾ ജീനയുടെ അച്ഛന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അയാള് വയ്യാതെ കിടപ്പിലായല്ലോ. ഇയാൾക്ക് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞിട്ടാണ് ലീഡ് അച്ഛനെതിരെ ഇയാൾ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനാണ് ലീഡ് അച്ഛനും ജയിലിൽ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ടെസിക്ക ഒരു കാര്യം ആലോചിക്കുന്നത്. ഇയാൾക്ക് ഈ അവസ്ഥ വരാനായിട്ടുള്ള കാരണം ശരിക്കും ഈ ടെസിക്കാണ്. ഇയാളെ വിക്ടിമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ടെസിക്ക് തന്നെയാണ് അയാളുടെ കാലുകളും കൈകളും ഒക്കെ അടിച്ചൊടിക്കുന്നത്. എന്നിട്ട് അതിനുള്ള പണവും ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. എത്ര തവണയാണ് ഇയാളുടെ കാലുകളിലും
തലയിലൊക്കെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നത്. വെറുതെ അല്ല അവള് എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്. ഈ ടെസിക്കിനും ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. അച്ഛനും അതേ ബാങ്കില് കള്ളപ്പണം സൂക്ഷിച്ചിട്ടുണ്ട്. അയാൾ എന്നെ ബെയിലി കൊടുക്കുകയാണ്. എന്റെ പണം എടുക്കാനായിട്ട് ഞാൻ ആരെയും സമ്മതിക്കില്ല. എന്നിട്ട് അച്ഛനെ വിളിച്ചിട്ട് അറസ്റ്റ് വാറന്റ് ഒരാഴ്ചത്തേക്ക് നീട്ടി കിട്ടാമോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്ത് ചെയ്യാൻ വേണ്ടിട്ടാ? അതൊരു കാര്യമുണ്ട്. അച്ഛനും അതിന് സമ്മതിക്കുന്നുണ്ട്. എന്നിട്ട് ഡ്രൈവറോട് ഒരാളെ എനിക്ക് വേണ്ടി കണ്ടുപിടിക്കണം. നമുക്ക് ആ ജീനെ വളരെ ദൂരേക്ക് അയക്കേണ്ട സമയമായി. ശേഷം ലീയും ജീനയും പാർക്കും കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. ടെസിക്കിന്റെ അച്ഛൻ 500 ബില്യൺ വോൺ ആ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെന്ന്. എങ്ങനെങ്കിലും ഇവരെ രണ്ടുപേരെയും തകർത്തേ മതിയാകൂ. എന്നാലേ വില്ലൻ ജഡ്ജിനെ ഇവരുടെ കയ്യിൽ കിട്ടൂ. എനിക്ക് മറ്റൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ആ സമയം മീഡിയക്കാരെ അവിടേക്ക് വരുന്നുണ്ട്. ഞാനൊരു ദിവസം ആ ചീഫ് ജസ്റ്റിസ് ആകാനായിട്ട് പോയിരുന്ന ഒരാളിലെ നാം അയാളെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ദിവസമാണ് ഞാൻ ഇവരെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളെ കണ്ടത്. ഈ രാജ്യത്തെ തന്നെ നയിക്കുന്നത് അയാളാണ്. ഷാഡോ ഗവൺമെന്റിന്റെ ലീഡറാണ് അയാള്. അത് വേറെ ആരുമല്ല, അത് മുൻപത്തെ പ്രസിഡന്റ് ആണ്. അവരും അത് കേട്ട് ഷോക്ക് ആകുന്നുണ്ട്. അപ്പോഴാണ് ജോൺ ഹോ അവിടേക്ക് വരുന്നത്. അവനും അക്കാര്യം അറിയുന്നുണ്ട്. ഞാനും അയാൾക്ക് മുൻപ് വോട്ട് കൊടുത്തതായിരുന്നല്ലോ. മീഡിയക്കാരി, നിങ്ങൾ ടോ ക്ലബ് എന്ന് കേട്ടിട്ടുണ്ടോ? മുമ്പത്തെ പ്രസിഡന്റിന്റെ അനുയായികള് ഫോം ചെയ്ത ക്ലബ്ബാണത്. അവരെങ്ങാനും നമ്മളെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ കൊല്ലുക തന്നെ ചെയ്യും. അയാളെ നമുക്ക് പെട്ടെന്ന് തകർക്കാനാകില്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ എല്ലാരും മറക്കണം. അതിന് ജീനയും ഞാനിതിനത് മറക്കുന്നത് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടല്ലോ. അത് കേട്ട് പാർക്കും മുമ്പത്തെ പ്രസിഡന്റ് ആണ് ഇതിന്റെ പിന്നിലെന്ന് കേട്ടപ്പോ ഞാൻ പേടിച്ച് ഓടിപ്പോകുന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? അതുകൊണ്ടാണോ നീ ഞങ്ങളോട് ഇത് പറയാതിരുന്നത്? ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? അങ്ങനെ അവരെല്ലാവരും ഒരു ടീമായി ചേർന്നുകൊണ്ട് ആ മുൻപത്തെ പ്രസിഡന്റിനെ തകർക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ലീയും ജീനയും പുറത്തേക്ക് പോകും വഴി അവൻ ടെസിക്കിനെ കുറിച്ച് അവളോട് ചോദിക്കുന്നുണ്ട്. നിന്റെ അച്ഛൻ കാരണമാണോ ആ ടെസിക്കിന്റെ പിന്നാലെ നീ നടക്കുന്നത്? അതൊക്കെ എങ്ങനെ നിനക്കറിയാം? അത് ഞാൻ അറിയേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയല് അവൾക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിനകത്ത് അവളുടെ അച്ഛൻ എഴുതി കൊടുത്ത ഒരു മൊഴിയും ഉണ്ടായിരുന്നു. ആ വില്ലൻ ജഡ്ജ് ഇയാളെ കൊണ്ട് എഴുതിച്ചതാണ്. IS കൺസ്ട്രക്ഷന്റെ ഓണറായ ടെസിക്കാണ് ഇയാളെ അടിച്ചതും ഇയാളുടെ നില ഇത്രയും വഷളാക്കിയതും. ഞാൻ ജഡ്ജിനോട് കള്ളം പറഞ്ഞതാണ്. പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്നവര് എന്നെ അടിച്ചു എന്ന് പറഞ്ഞിട്ട് ആ ടെസിക്കാണ് എനിക്ക് പണം തന്നത്. എന്റെ ഹോസ്പിറ്റൽ ബില്ലും അയാൾ അടച്ചു. അയാൾ എന്നോട് മറ്റൊരു വഴിയിലൂടെ പണം സമ്പാദിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ മുറിവുകളൊക്കെ ഉണങ്ങിക്കഴിഞ്ഞാൽ അയാൾ എന്നെ വന്ന് കണ്ടോളാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോ ജീനയും എന്റെ അച്ഛനൊരു ചീത്ത മനുഷ്യനായിരുന്നു. പക്ഷെ അയാളുടെ മകളെ അയാൾക്ക് ഇഷ്ടമായിരുന്നു. അയാൾക്ക് അടിയിടിയൊക്കെ കിട്ടി കൊണ്ടുവരുന്ന പണം മകൾക്ക് വേണ്ടിയിട്ടായിരുന്നു ചിലവാക്കിയിട്ടുണ്ടായിരുന്നത്. അവൾക്ക് ആഹാരം വാങ്ങി കൊടുക്കുകയും അവളുടെ കാര്യങ്ങളൊക്കെ അയാൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് കിട്ടുന്ന കുറച്ച് പണത്തിന്റെ അലവൻസ് ആയിട്ട് അവൾക്കും കുറച്ച് പണം കൊടുക്കുന്നുണ്ടായിരുന്നു. ട്യൂഷൻ ഫീസ് ഒക്കെ കൊടുക്കാനായിട്ട്. അവൾക്കറിയാം അച്ഛന് അതാരോ കൊടുത്തിട്ടുണ്ടായിരുന്നതാണെന്ന്. നിനക്കൊരു നല്ല ജോലി കിട്ടണം, അതാണ് എന്റെ ആഗ്രഹം. അദ്ദേഹം ഒരു നരകത്തിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ മറ്റുള്ളവരെ പോലെ ഞാൻ ജീവിച്ചു കാണണമെന്ന് അയാൾക്ക് വലിയ താല്പര്യമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ഒരു കാര്യം അറിയില്ല. എനിക്കൊരു അച്ഛനെ വേണമായിരുന്നു, നല്ല ജോലിക്ക് പോകുന്ന, രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചു വന്ന് സാധാരണ ഒരു അച്ഛനെ പോലെ ആയിരിക്കണമെന്ന്. ഞാൻ അതുകൊണ്ട് തന്നെ എന്റെ ജീവിതം നിലനിർത്താൻ വേണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് പഠിച്ചത്, ഒരു നിലയിൽ എത്തിച്ചേർന്നത്. അദ്ദേഹത്തിൽ നിന്നും ഓടി അകലണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ അതിനു മുന്നേ അദ്ദേഹം കുഴഞ്ഞു വീണു. ടെസിക്കിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തു കൊടുത്തു. അയാളുടെ ശരീരം തന്നെ അതിനു വേണ്ടി കളഞ്ഞു. എന്റെ അച്ഛൻ വീണ് പോയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. അയാളിൽ നിന്നല്ല എനിക്ക് ഓടി രക്ഷപ്പെടേണ്ടി വന്നത്. എന്റെ കുറ്റബോധം കാരണമാണ്. എനിക്ക് വേണ്ടി അയാളുടെ ശരീരം വരെ അയാൾ കൊടുത്തതാണ്. ഒരുപാട് വേദന എനിക്ക് വേണ്ടി സഹിച്ചു. എന്നിട്ട് ഞാൻ ചെയ്യുന്നതോ? ഇത് എവിടെന്നാ നിങ്ങൾക്ക് കിട്ടിയത്? നിന്റെ അച്ഛൻ തെറ്റായ മൊഴി കൊടുത്ത് ശിക്ഷ വാങ്ങിക്കൊടുത്തത് എന്റെ അച്ഛനായിരുന്നു. എനിക്കത് അറിയാം. അന്ന് ഞാൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീടിന്റെ അടുത്തേക്ക് വന്നപ്പോ എനിക്കത് മനസ്സിലായി. ഞാൻ സ്കൂളിലിരുന്ന സമയത്ത് നിങ്ങളുടെ അച്ഛനും അമ്മയും ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ അച്ഛന് പകരം ക്ഷമ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ സംഭവിച്ചിരുന്നോ? അതെനിക്ക് അറിയില്ലായിരുന്നു. ലീയും അതിനെക്കുറിച്ച് ഉള്ള ഡീറ്റെയിൽസ് ഒക്കെ ജീനയോട് പറയുന്നുണ്ട്. ആ നാമായിരുന്നു അതിന്റെ മെയിൻ ജഡ്ജ്. അതിന്റെ അസോസിയേറ്റ് ജഡ്ജ് ആ വില്ലൻ ജഡ്ജ് ആയിരുന്നു. അതുകൊണ്ടാണ് ആ നാമിനെ ഞാൻ റിസൈൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നത്. ആ ടെസിക്ക് റീഡെവലപ്മെന്റിന്റെ പേരും പറഞ്ഞ് ഒരുപാട് പേരെ വേദനിപ്പിച്ചിട്ടുണ്ട്. പലർക്കും അവരുടെ വീടുകൾ തന്നെ നഷ്ടമായിട്ടുണ്ടായിരുന്നു. റീഡെവലപ്മെന്റിന്റെ കൺസ്ട്രക്ഷൻ വഴി അയാൾക്ക് ഒരുപാട് പണമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അയാൾ കാരണം ഒരുപാട് പേര് പെരുവഴിയിലായിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ജീനയ്ക്കും വിഷമമാകുന്നുണ്ട്. അതിനുശേഷം ഒരു പരസ്യം കാണിക്കുന്നുണ്ട്. അത് ആ മുൻപത്തെ പ്രസിഡന്റ് ആണ്. ഷാഡോ ഗവൺമെന്റിന്റെ ഹാപ്പിനെസിന്റെ ഫൗണ്ടേഷന് വേണ്ടി നിങ്ങൾ കുറച്ച് പണം ഞങ്ങൾക്ക് ഡൊണേറ്റ് ചെയ്യണം. നിർധനരായിട്ടുള്ള ആൾക്കാരെയും മറ്റും പാർപ്പിക്കാനും അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ട് ആൾക്കാർക്കും വളരെ സന്തോഷമാകുന്നുണ്ട്. അയാൾ നല്ല കാര്യമാണല്ലോ ചെയ്യുന്നത്. ആ മുത്തശ്ശിയും ഇത് കാണുന്നുണ്ട്. ഓ, ഈ മുമ്പത്തെ പ്രസിഡന്റ് കൊള്ളല്ലോ. അയാളുടെ സമ്പാദ്യം മുഴുവൻ ആളെ ഇതിനു വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് കണ്ട ഉടനെ തന്നെ അവിടെയുള്ള പല പൗരന്മാരും അവർക്ക് പണം ഇല്ലാതിരുന്നിട്ട് പോലും ഒരുപാട് പണം ഈ ഒരു ഫൗണ്ടേഷന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പാവങ്ങളെ സഹായിക്കാനൊന്നും വേണ്ടിയിട്ടായിരുന്നില്ല, ഇവർക്ക് പണം ഉണ്ടാക്കാനുള്ള ഒരു വഴിയായിരുന്നു. ഡൊണേഷൻ വഴി കിട്ടുന്ന പണം ഇവർക്ക് കൈയിട്ട് വാരല്ലോ. അതിനു വേണ്ടിയിട്ട് ഒരാളെ നിയമിച്ചിട്ടുണ്ട്. അയാളെ മുമ്പത്തെ പ്രസിഡന്റിനെ വിളിച്ചിട്ട് ഒരുപാട് പേര് ഡൊണേഷൻ തരുന്നുണ്ട്. ചില മണ്ടന്മാര് വലിയ പണം തന്നെ ഡൊണേഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇയാളുടെ പേര് കങ്ങെന്നാണ്. ഇയാൾ വളരെയധികം പണം ദൂർത്തടിച്ച് കളയാറുണ്ട്. അയാളുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഇയാൾ വല്ലാതെ ഉപദ്രവിക്കുമായിരുന്നു. ആ ഒരു മുത്തശ്ശിയും അവർക്ക് ഒരു മാസം ആകെ കൂടി കിട്ടുന്നത്
10,000 വോണാണ്. ആ പണം ഈ ഒരു ഫൗണ്ടേഷന് വേണ്ടി ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. അത് ചെയ്തു കൊടുക്കുന്നത് ലീയുടെ അമ്മയാണ്. ഒരുപാട് പേര് ഇതിന്റെ പുറകെ കഷ്ടപ്പെടുന്നുണ്ട്. എന്റെ കൊച്ചുമകൾക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് എനിക്ക് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ മതിയാകൂ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് ഡൊണേഷൻ കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ കൊച്ചുമകൾക്ക് മാത്രമല്ല രാജ്യത്തിന്റെ മറ്റു കുട്ടികൾക്കും എന്തായാലും ഉപകാരപ്പെടും. അങ്ങനെ ലീയും വീട്ടിൽ വരുന്ന സമയം ആ മുത്തശ്ശി 10,000 വോൺ ഡൊണേറ്റ് ചെയ്ത കാര്യം അവനോട് പറയുന്നുണ്ട്. അത് കേട്ടതും അവനൊന്ന് ഷോക്ക് ആകുന്നുണ്ട്. അവനറിയാം ആ പണം അവരെന്തിനായിരിക്കും ഉപയോഗിക്കുന്നതെന്ന്. അവരങ്ങനെ കൊടുത്തതുകൊണ്ട് നിന്റെ നല്ലതിന് വേണ്ടി എനിക്കും കുറച്ച് ഡൊണേഷൻ കൊടുക്കാനായിട്ട് താല്പര്യമുണ്ട്. അവര് നല്ല ആൾക്കാരല്ലേ. ഒരു അഴിമതി നിറഞ്ഞ ഫൗണ്ടേഷൻ അതിനുവേണ്ടി പരസ്യം ചെയ്യാൻ മുമ്പത്തെ പ്രസിഡന്റ് ഒരിക്കലും നിൽക്കില്ല. ഇതൊക്കെ കേട്ടിട്ട് ലീയും അവര് ഡൊണേഷൻ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി 1-2 ഡൊണേഷൻ കൊടുക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ അവരും കൺവിൻസ് ആകുന്നുണ്ട്. അപ്പോഴാണ് അവനൊരു കാര്യം ഓർക്കുന്നത്. ഈ കങ്ങുന്നാള് കഴിഞ്ഞ ജന്മത്തില് ഒരുപാട് പണം മറ്റുള്ളവരിൽ നിന്ന് തട്ടിയെടുത്തു എന്ന് പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ പിന്നിൽ ആ മുമ്പത്തെ പ്രസിഡന്റ് ആണെന്ന് റൂമേഴ്സ് ഉണ്ടായിരുന്നെങ്കിലും അതിന് പിറകെ ആരും പോയിട്ടുണ്ടായിരുന്നില്ല. ശേഷം ലീയും ടീമും ഒരുമിച്ച് ഒത്തുകൂടുന്നുണ്ട്. ഷാഡോ ഗവൺമെന്റിന്റെ ഹാപ്പിനെസ് ഫൗണ്ടേഷനെ പറ്റിയാണ് ഇവരും ചർച്ച ചെയ്യുന്നത്. എന്തായാലും ആ മുമ്പത്തെ പ്രസിഡന്റിന്റെ കള്ളപ്പണം നിക്ഷേപിക്കാനുള്ള വഴിയാണ് എന്തായാലും ഇത്. ഫൗണ്ടേഷന്റെ ഡൊണേഷൻ കിട്ടിയ പണമാകുമ്പോ കണക്കൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. ടെസിക്കിന്റെ കേസിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കണം. നമുക്ക് ആ മുമ്പത്തെ പ്രസിഡന്റിനെ എങ്ങനെയെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവന്നേ പറ്റൂ. ആൾക്കാർ അറിയണം ആളൊരു ചീത്ത മനുഷ്യനാണെന്ന്, അഴിമതി കാണിക്കുന്ന ആളാണെന്ന്. പക്ഷെ എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത് ആളൊരു നല്ല മനുഷ്യനാണ് എന്നാണ്. അങ്ങനെ ഇവരിവിടെ ഇരിക്കുന്ന സമയം ആരും ഇവര് വന്ന് നോക്കുന്നതായിട്ട് ലീയും ശ്രദ്ധിക്കുന്നുണ്ട്. ടെസിക്കിന്റെ കാര്യം ജീനയും പറയുന്നുണ്ട്. അയാളുടെ അറസ്റ്റ് വാറണ്ട് ഒരാഴ്ചത്തേക്ക് നീട്ടിയിട്ടുണ്ട്. അതിന്റെ കാര്യം അറിയില്ല ലീയും. അപ്പൊ എന്തോ ഒരു കാര്യം അയാള് പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ. നിന്നോട് അയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ലീ ചോദിക്കുമ്പോ അവളും അയാളെന്തോ സ്വർഗത്തെയോ നരകത്തെ കുറിച്ചൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. എനിക്കൊന്നും മനസ്സിലായില്ല. അയാൾ വെറുതെ എന്തൊക്കെയോ പറയുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ലീയും ആ ഒളിച്ചു നിൽക്കുന്ന ആളെ കണ്ടിട്ടുണ്ടായിരുന്നു. അവനും അവിടെ പോയി നോക്കുമ്പോ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഇവരാരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ലീക്കും എന്തോ സംശയം തോന്നിയിട്ടുണ്ടായിരുന്നു. ടെസിക്ക് ഒരാഴ്ചത്തേക്ക് അറസ്റ്റ് നീട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മിക്കവാറും അവന്റെ ശത്രുവായിട്ടുള്ള ജീനയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ അയാൾ അങ്ങനെ ചെയ്യുന്നതെന്ന് ഇവർക്കും സംശയം ഉണ്ടായിരുന്നു. അവൾക്കും ശരിയായിട്ട് ഉറക്കം വരുന്നില്ല. പാർക്കും അവളുടെ അപ്പാർട്ട്മെന്റിന്റെ താഴെ കാറിൽ ഉണ്ടായിരുന്നു. അവൾക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ അവളും ഓഫീസിൽ പോകാൻ വേണ്ടി വരുന്ന സമയമാണ് കാറില് പാർക്ക് ഇരിക്കുന്നത് അവളും കാണുന്നത്. അവനാണെങ്കിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ഇന്നലെ രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടുണ്ടല്ലോ. ഇവിടേക്ക് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ടെസിക്കിന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കൊന്നും വേണ്ട. അവൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പ്രൊട്ടക്ഷന് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. പെപ്പർ സ്പ്രേയും മറ്റും അവളും അത് വാങ്ങിക്കുന്നുണ്ട്. അങ്ങനെ ഈവനിങ് ആകുമ്പോൾ അവളും ജോലി കഴിഞ്ഞിട്ട് അവളുടെ കാർ എടുക്കാൻ വേണ്ടി വരികയായിരുന്നു. ആ സമയം ഇവളാരോ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അത് ടെസിക്കിന്റെ ആളായിരുന്നു. ലീയും അവിടേക്ക് എത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.